ജനലക്ഷങ്ങളുടെ ജീവിത വ്യതകൾക്കും പരിഭവങ്ങൾക്കും ശമനമേകിയും നീറുന്ന 100,000 വേദനകളുമായി സന്നിഹിതരാകുന്നവർക്ക് ആത്മസാന്ത്വനത്തിന്റെ മധുര മന്ത്രങ്ങൾ പകർന്നു നൽകിയും നിലകൊള്ളുന്ന നൂറെ ഹബീബെ ആത്മീയ മജ്ലിസിന് കീഴിൽ സംഘടിപ്പിക്കുന്ന 41ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസ് നാളെ രാവിലെ 9 മണിക്ക് മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ എണ്ണമറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് അനാഥർക്കും അഗതികൾക്കും സംരക്ഷണം നൽകി പാവങ്ങളുടെ അത്താണിയായി മാറിയ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ മേലെ കൊടക്കാട് അവരുടെ നേതൃത്വത്തിൽ വിവിധ ധനസഹായ വിതരണവും നടത്തപ്പെടുകയാണ്. സർവ്വലോക രക്ഷിതാവായ നാഥന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിവിധ പ്രദേശങ്ങളിലെ 6 മസ്ജിദുകൾക്ക് പുനർനിർമ്മാണത്തിനാവശ്യമായ ധനസഹായ വിതരണവും ജീവിത വഴിയിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിലൂടെ ഒറ്റപ്പെട്ട് തണിയേതുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് ആശ്രയമായി സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഏറ്റെടുത്ത 66 യതീം കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ വിതരണവും 41ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസും നാളെ രാവിലെ 9 മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. നിരവധി പണ്ഡിതന്മാരും സയ്യിദന്മാരും സാദാത്തുക്കളും പങ്കെടുക്കുന്ന പ്രൗഢമായ ആത്മീയ മജ്ലിസിന് പുണ്യനബിയുടെ പുനിത കുടുംബത്തിൽ ഉദയം ചെയ്ത അഹ്ലു ബൈത്ത് കുടുംബത്തിലെ പൊൻതാരകം സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുകയാണ്. മുഴുവൻ ആത്മീയ ദാഹികളെയും ദീനീ സ്നേഹികളെയും നാളെ രാവിലെ 9 മണിയോടുകൂടി മേലെ കൊടക്കാട് സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ദേശത്തിന്റെ അശാന്തമായ വർത്തമാന കാലത്തിന്റെ നോവുകൾക്ക് മുന്നിൽ ആശ്വാസ വാക്കുകളാൽ സമാശ്വാസത്തിന്റെ കുളിര് പകരുന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ പ്രൗഢമുദ്ര ചാർത്തിയ ആത്മീയ നായകൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന നൂറെ ഹബീബെ ആത്മീയ മജ്ലിസിന് കീഴിൽ മാസം തോറും നടത്തപ്പെടുന്ന 41ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസ് മനമുരുകി കേഴുന്ന 10,000ങ്ങൾക്ക് ആത്മനിർവൃതിയേകി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സർവശക്തനിലേക്ക് സമർപ്പിക്കാൻ അവസരമൊരുക്കുന്ന സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസിൽ വെച്ച് വിവിധ പ്രദേശങ്ങളിലെ 6 പള്ളികളുടെ പുനർനിർമ്മാണത്തിനുള്ള ധനസഹായവും 66 യതീം കുട്ടികൾക്ക് നൽകുന്ന സഹായ വിതരണവും നടത്തപ്പെടുകയാണ്. നിരവധി പണ്ഡിതന്മാരും സയ്യിദന്മാരും സാദാത്യങ്ങളും ഉമറാക്കളും അനേകം യതീം മക്കളും പങ്കെടുക്കുന്ന മജ്ലിസിലേക്ക് പുണ്യം കരസ്ഥമാക്കാൻ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.